നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൌമ്യ. പ്രധാന വാർത്തകൾ. വൈദ്യുതി പോസ്റ്റ് വാടക ഉയർത്തിയതിനെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമരം ശക്തമാക്കുന്നു. ജൈവ കർഷക നയം ജീർണിച്ചു. വയലിൽ വിളയാത്ത പ്രഖ്യാപനങ്ങൾ പാഴ്ചെടിയായി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേബിൾ ടിവി വിതരണ ശൃംഖലകൾക്ക് വേണ്ടി വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ വാടക KSEB ഉയർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് സമരം ശക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി വൈദ്യുതി ബോർഡ് ജില്ലാ ഓഫീസുകൾ ബുധനാഴ്ച ഉപരോധിക്കും. ഏപ്രിൽ 2 വൈകിട്ട് 6 മുതൽ 7 വരെ ചാനലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 125 രൂപയും 250 രൂപയായും നിജപ്പെടുത്തണം. അതിനുള്ള ന്യായങ്ങളെ കാണുന്നുള്ളൂ എന്നുള്ളത് കോടതിയടക്കം ഞങ്ങൾ കൊടുത്ത പെറ്റീഷന്റെ അടിസ്ഥാനമാക്കി കോടതിയടക്കം നിരീക്ഷിച്ച് അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്ന് ബോർഡിനോട് ആവശ്യപ്പെട്ടു, ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് പോലും അതൊന്നും ഉൾക്കൊള്ളാതെ ഏകപക്ഷീയമായി 150 രൂപയും 300 രൂപയും ആയി വർദ്ധിപ്പിച്ചിട്ടുള്ള ഈ വൈദ്യുത ബോർഡിന്റെ ആ നിലപാടിനെതിരെ ഞങ്ങൾ ശക്തമായ സമര രംഗത്തേക്ക് നീങ്ങുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ വൈദ്യുത ഓഫീസുകളും ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപരോധ സമരങ്ങളും ധർണാ സമരങ്ങളും ഉപവാസ സമരങ്ങളും അതുപോലെയുള്ള പല സമര പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു. മന്ത്രിയോടക്കം ജനനേതാക്കളോടക്കം ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറയുന്നതല്ലാതെ ഇന്നുവരെ ഒരു നടപടി നിയമസഭയിൽ പോലും കൊടുത്ത ഉറപ്പ് ശ്രീരാമകൃഷ്ണൻ സബ്മിഷനായിട്ട് ഉന്നയിച്ച ഈ വിഷയത്തിന്മേൽ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇത് വിശദമായി പരിശോധിക്കുമെന്നും ആവശ്യമുള്ള ഇളവുകളും സംരക്ഷണവും ഈ വിഭാഗത്തിന് കൊടുക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതുപോലും പാലിക്കാതെ വീണ്ടും വളരെ ശക്തമായി ഞങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളിലേക്ക് ബോർഡ് നീങ്ങുന്നതിനെതിരെ ഉള്ള സമര പരിപാടികളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ 26-ാം തീയതി നാളെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഓഫീസിന്റെ മുൻപിൽ ഞങ്ങൾ ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റുകളുടെ വാർഷിക വാടക 3 ഇരട്ടിയാക്കിയാണ് ബോർഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന വരിസംഖ്യയുടെ 20% വാടക വൈദ്യുതി നിരക്കിനത്തിൽ ബോർഡ് പിടിച്ചെടുക്കുകയാണ്. നിരക്ക് കുറയ്ക്കണമെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയെ അറിയിച്ചെങ്കിലും 2 വർഷമായി യാതൊരുവിധ നടപടിയുമില്ല. COA നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ വാടക 250 രൂപയായി ഇടക്കാല ഉത്തരവുണ്ടായെങ്കിലും ഇതുപോലും നടപ്പിലാക്കാതെ വൻതുകയാണ് KSEB ഈടാക്കുന്നത്. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ധർണയുടെ ഭാഗമായി ആലപ്പുഴ ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിന് മുന്നിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ധർണ നടത്തും. കളക്ടറേറ്റ് പടിക്കൽ നിന്ന് പ്രതിഷേധ പ്രകടനം ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന ധർണ പകൽ 11-ന് COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR സുധീർ ഉദ്ഘാടനം ചെയ്യും. സുധിൻ ബാംബാല അധ്യക്ഷനാകും. വാർത്താ സമ്മേളനത്തിൽ COA ഭാരവാഹികളായ മോഹനൻ പിള്ള, സുധിൻ ബാംബാല, നിസാർ കോയാപറമ്പിൽ, ഷിബു എന്നിവർ പങ്കെടുത്തു. ജൈവ കാർഷിക നയം അവഗണിക്കപ്പെട്ടു. പ്രഖ്യാപനങ്ങൾ ഫയലിലല്ലാതെ പ്രായോഗികതയുടെ വയലിൽ വിളഞ്ഞില്ല. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ഫലഭൂയിഷ്ഠമായ മണ്ണിനെയും മനുഷ്യനെയും കൊല്ലുന്ന കൃഷി സമ്പ്രദായത്തിൽ നിന്ന് മലയാളിക്ക് മോചനമില്ലേ? 10 വർഷം കൊണ്ട് കേരളത്തിലെ കൃഷിയിടങ്ങളിലാകെ ജൈവ കൃഷി വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന ജൈവ കൃഷി നയം നടപ്പിലാക്കാതെ അവഗണിക്കപ്പെട്ടു. മണ്ണിന്റെ തനതവസ്ഥ നിലനിർത്തിയുള്ളതാണ് ജൈവ കൃഷി രീതികൾ. ധാന്യവിളകളിലും പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലുമൊക്കെ വിഷാംശമാണ്. ഇത് കഴിക്കുന്ന മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും പുതിയ പുതിയ രോഗങ്ങൾക്ക് അടിമകളാകുന്നു. ഭക്ഷണ ചെലവിനേക്കാൾ ചികിത്സാ ചെലവുകൾ അധികരിച്ചിരിക്കുന്നു. നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റിലെയും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്ക് പ്രകൃതിക്ക് കീഴ്പ്പെട്ടിരുന്ന നമ്മുടെ കാർഷിക പാരമ്പര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ജൈവ കൃഷിയെക്കുറിച്ചും ഇവർക്ക് ആധികാരികമായി യാതൊരു അറിവും ഇല്ല എന്ന് വേണം കരുതാൻ. വിവിധ തരത്തിലുള്ള വിളകൾക്ക് രാസവളങ്ങളും കീടനാശിനികളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് കർഷകർക്ക് ഉപദേശം നൽകാനേ ഇവർക്കറിയൂ. പാരമ്പര്യ കൃഷിരീതികളെക്കുറിച്ചും ജൈവ സീറോ ബജറ്റ് ഫാമിംഗിനെക്കുറിച്ചുമൊക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകണം.
അവർ കർഷകരെ ബോധവൽക്കരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. ഇത് ജൈവ കൃഷിനയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ്. ജൈവ കൃഷി സമ്പ്രദായം നടപ്പാക്കാൻ ജൈവകൃഷി ഗവേഷണത്തിന് മാത്രമായി ഓർഗാനിക് ഫാമിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്നും ജൈവ നയത്തിലുണ്ടായിരുന്നു. അതും നടന്നില്ല. 21 ലക്ഷത്തിൽ പരം കൃഷിയിടങ്ങൾ കേരളത്തിലുണ്ട്. ഓരോ വർഷവും 10% കൃഷിയിടങ്ങൾ വീതം ജൈവ കൃഷിരീതിയിലേക്ക് മാറ്റുമെന്ന് 2010 മെയ് 17 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് പ്രഖ്യാപിച്ചത്. നമ്മുടെ മണ്ണും മനുഷ്യനും പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷിരീതി അനുവർത്തിക്കേണ്ടത് അവന്റെ അതിജീവനത്തിന്റെ ആവശ്യകതയാണ്. പ്രകൃതിയുടെ കൃഷിയെ സംരക്ഷിക്കാൻ പ്രകൃതിക്കറിയാം. അതിന് അതിന്റേതായ താളമുണ്ട്. മനുഷ്യന്റെ അത്യാർത്തിയാണ് പ്രകൃതിയുടെ ജീവനതാളം തെറ്റിക്കുന്നത്. ചില കർഷക കൂട്ടായ്മകളും വ്യക്തികളും ജൈവകൃഷിയും സീറോ ബജറ്റ് സ്പിരിച്വൽ ഫാമിംഗും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് അതിനാവശ്യമായ പിന്തുണ നൽകാൻ കൃഷിവകുപ്പോ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളോ സർക്കാരോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. ന്യൂസ് ഡെസ്ക് KCV. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമുണ്ടാക്കാവുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദിയുടെ വരവ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കും. തെരഞ്ഞെടുപ്പിൽ സാധാരണ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകാറുണ്ട്. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യം UDFനില്ലെന്നും KPA മജീദ് പറഞ്ഞു. UDF ഒറ്റക്കെട്ടോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാപമുണ്ടാവും, അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടി വന്നാൽ തന്നെ കുഴപ്പമാണ് എന്ന് പ്രചരിപ്പിച്ചു. അതും അസ്ഥാനത്തായി. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടാവില്ല എന്ന പ്രചാരണം നടത്തി. പക്ഷേ ഒരു നേരിയ ഭൂരിപക്ഷം വന്ന ഗവൺമെന്റ് അതിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇടതുപക്ഷ മുന്നണി എന്ത് വ്യാമോഹം കാട്ടിയിട്ടുണ്ടോ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ജനങ്ങൾ UDFന്റെ കൂടെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു ചരിത്ര വിജയം കേരളത്തിൽ UDF ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം UPA ഗവൺമെന്റ് ചെയ്തിട്ടുള്ള നേട്ടങ്ങളും വെച്ചുള്ള പ്രചരണ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവസേന ആലപ്പുഴ ജില്ലാ നേതൃസംഗമം ആലപ്പുഴയിൽ നടന്നു. റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ശിവസേന രാജ്യപ്രമുഖ് MS ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശിവസേന വ്യക്തമായ നയം കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി അനുഭാവികൾക്കും നിർദ്ദേശിക്കുന്നു. കേരളത്തിൽ BJP പറയുന്നു BJP വോട്ട് NDAക്ക് വോട്ട് നൽകാനാണ് BJP പറയുന്നത്. ശിവസേനയുടെ നയത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉദ്ധവ് താക്കറെ 2 ദിവസം മുമ്പേ ഓൾ ഇന്ത്യ തലത്തില് അദ്ദേഹത്തിന്റെ നയം വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു, മഹാരാഷ്ട്രയിൽ ഒഴിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലും NDA സഖ്യം നിലവിലില്ല. കേരളത്തിൽ BJPയുമായി സഖ്യമില്ലെന്ന് ഭുവനചന്ദ്രൻ വ്യക്തമാക്കി. ശിവസേന ജില്ലാ ജനറൽ കൺവീനർ J. രാമകൃഷ്ണൻ ഉണ്ണിത്താൻ അധ്യക്ഷനായി. പള്ളിക്കൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. KR വിജയൻ, ചുനക്കര സതീഷ്, വയലാർ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. EPF പെൻഷൻ പദ്ധതി ആരംഭിച്ച് 18 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയിലെ അംഗങ്ങളെ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ഇന്നും ചൂഷണം ചെയ്യുന്നു. പദ്ധതി ആരംഭിക്കുമ്പോൾ കൊട്ടിഘോഷിക്കപ്പെട്ട പല നിബന്ധനകളും ഇതിനായി ബോധപൂർവം എടുത്തുമാറ്റി. തൊഴിലാളികളിൽ നിന്ന് നിർബന്ധപൂർവ്വം പിരിച്ചെടുക്കുന്ന തുക അവർക്ക് ആവശ്യമായ സമയത്ത് തിരികെ നൽകുന്നില്ല. പദ്ധതി ആരംഭിച്ച് 18 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ പിരിയുന്ന തൊഴിലാളിക്ക് പരമാവധി 2000 രൂപ മാത്രമാണ് പെൻഷൻ നൽകുന്നത്. 1971 ഫാമിലി പെൻഷൻ ഫണ്ടിൽ തൊഴിലാളികളുടെ വിഹിതമായി നിക്ഷേപിച്ചിരുന്ന 4000 കോടിയിലധികം രൂപയും അവകാശപ്പെടാതെ കിടന്ന 1000 കോടി രൂപയുമാണ് EPF പെൻഷൻ പദ്ധതിയിലേക്ക് മൂലധനമായി നൽകിയത്. ഈ തുകയും 18 വർഷമായി തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്ന തുകയും ചേർന്ന് 1 ലക്ഷം കോടിയിലധികം രൂപ ഇപ്പോൾ ഫണ്ടിലുണ്ട്. ആരംഭത്തിൽ പ്രഖ്യാപിച്ച നിബന്ധനകളിൽ പദ്ധതിയിലെ അംഗങ്ങളെ കുറെ കൂടി ചൂഷണം ചെയ്യുന്ന തരത്തിൽ മാറ്റം വരുത്തി. ഇപ്പോൾ തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുകയുടെ മുതലുമില്ല പലിശയുമില്ല എന്ന അവസ്ഥയിലാണ്. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് കിട്ടേണ്ട തുച്ഛമായ തുക പോലും കണക്കിൽ കൃത്രിമം കാട്ടി കുറവ് ചെയ്താണ് നൽകുന്നത്. അധ്വാനിച്ച അവസരായ വിഭാഗങ്ങളുടെ സായാഹ്നകാല ജീവിതത്തിന്റെ രക്ഷയ്ക്കായി വിഭാവനം ചെയ്ത പദ്ധതി ഭാരതത്തിലെ 4 കോടിയോളം പേർക്ക് ശാപമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് KCV. വാർത്തകൾ ഇടവേളയിലേക്ക്. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്,
100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കുടിശ്ശിക സഹിതം മുഴുവൻ കൂലിയും നൽകണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് പുളിങ്കുന്ന് പഞ്ചായത്തിലേക്കാണ് ബിജെപി നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. പുളിങ്കുന്ന് പൊട്ടുമുപ്പതിൽ പാലത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് പഞ്ചായത്ത് പടിക്കൽ നടന്ന ധർണ ബിജെപി നിയോജക മണ്ഡലം സെക്രട്ടറി ഡി പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MK സന്തോഷ് അധ്യക്ഷനായി. M വേണു, MR സജീവ്, കുഞ്ഞുമോൾ ജോഷി, KG നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട്ടിലെ താറാവ് കർഷകർ പ്രതിസന്ധിയിൽ. തീറ്റ വില വർധനവും രോഗങ്ങളുമാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. പുഞ്ചക്കൊയ്ത്തിന് ശേഷം പാടത്ത് തീയിടുന്നതും താറാവ് കർഷകർക്ക് തിരിച്ചടിയായി. ഹാച്ചറികളിൽ നിന്നും കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്ന താറാവ് കർഷകർക്കാണ് തീറ്റയുടെ വിലവർധനവും കൈകാര്യ ചെലവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. 1 കിലോ തീറ്റയ്ക്ക് 20 രൂപയിൽ താഴെയായിരുന്നത് ഇപ്പോൾ 30ഉം 35ഉം രൂപയായി ഉയർന്നു. സംസ്ഥാനത്തെ ഏക താറാവ് വളർത്തൽ കേന്ദ്രമായ നിരണം ഡെക് ഫാമിൽ ഉൽപാദന വർധനവില്ലാത്തതിനാൽ 22 രൂപ വരെ നൽകിയാണ് കർഷകർ താറാവിനെ വാങ്ങുന്നത്. കുട്ടനാട് പാക്കേജിൽപ്പെടുത്തി മൃഗസംരക്ഷണ വകുപ്പ് വഴി താറാവിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നതിനാൽ വിരിഞ്ഞ് 1 ദിവസം പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ വരെ കർഷകർക്ക് വാങ്ങേണ്ടി വരുന്നു. വെള്ളത്തിലിറക്കാൻ പരുവത്തിലാകുമ്പോഴേക്കും പ്ലേഗും അറ്റാക്കും വന്ന് നിരവധി കുഞ്ഞുങ്ങൾ ചാകുന്നതായും കർഷകർ പറയുന്നു. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്തതിനാൽ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പകരം ലഭിക്കുന്നുമില്ല. കുട്ടനാട്ടിൽ 1000-ലധികം താറാവ് കർഷകരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 200 കർഷകർ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. KSRTC പെൻഷൻകാർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നൽകി വന്നിരുന്ന പ്രശാന്തി ലോൺ പദ്ധതി പുനരാരംഭിക്കണം. 3000-ഓളം വരുന്ന പെൻഷൻകാരും മൊത്തം ജീവനക്കാരും SBIയിലൂടെ വേതനം കൈപ്പറ്റാൻ ഉത്തരവായതോടെയാണ് ബാങ്കിന്റെ ഈ മലക്കം മറിച്ചിൽ. KSRTC പെൻഷൻകാരിൽ വളരെ ന്യൂനപക്ഷം മാത്രമേ ബാങ്കിൽ നിന്ന് വേതനം കൈപ്പറ്റുന്നതിൽ തുടക്കത്തിൽ താൽപര്യം കാണിച്ചിരുന്നുള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മുഖേന മാത്രമേ പെൻഷൻ വാങ്ങാൻ സാധിക്കൂ. പെൻഷൻ ബാങ്ക് മുഖേന വാങ്ങാൻ തുടങ്ങിയവർക്ക് പെൻഷൻ തുകയിൽ നിന്നും ഗഡുക്കളായി തിരിച്ചുപിടിക്കുന്ന വ്യവസ്ഥയിൽ 5 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു സ്കീം ആരംഭിച്ചു. പ്രശാന്തി ലോൺ എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതി പെൻഷൻകാർക്ക് ഏറെ സഹായകരവുമായിരുന്നു. എന്നാൽ മുഴുവൻ പെൻഷൻകാർക്കും ജീവനക്കാർക്കും SBTയിലൂടെ മാത്രമേ വേതനം കൈപ്പറ്റാവൂ എന്നായതോടെ പെൻഷൻകാർക്ക് നൽകിയിരുന്ന പ്രശാന്തി ലോൺ സ്കീം ബാങ്ക് നിർത്തലാക്കി. എല്ലാം ബാങ്കിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയതാണ് ഇതിന് കാരണം. തിരിച്ചടവിന്റെയോ ഗഡുക്കളുടെയോ കാര്യത്തിൽ യാതൊരു പ്രയാസവും ബാങ്കിനെ അലട്ടാത്ത സാഹചര്യത്തിലാണ് ലോൺ നിർത്തിയത്. ബാങ്ക് നിശ്ചയിക്കുന്ന പലിശ, ബാങ്ക് നിശ്ചയിക്കുന്ന ഗഡുക്കൾ എന്നിവയൊന്നും യാതൊരു വീഴ്ചയുമില്ലാതെ അംഗീകരിക്കപ്പെടുന്ന ഈ സ്കീം പുനരാരംഭിക്കണം. പ്രശാന്തി ലോൺ നിർത്തലാക്കിയത് എന്തിനെന്ന് ബാങ്ക് വിശദീകരിക്കുകയും വേണം. അത് അറിയാനുള്ള അവകാശം പെൻഷൻകാർക്കും പൊതുജനങ്ങൾക്കുമുണ്ട്. ന്യൂസ് ഡെസ്ക് KCV.
കുട്ടനാട് വേഴപ്ര കൊട്ടാരത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 23 മുതൽ ദേവി ഭാഗവത നവാഹയജ്ഞം നടന്നുവരികയാണ്. ഒന്നാം ഉത്സവ ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് 6:30 തൃക്കൊടിയേറ്റ് നടന്നത്. തന്ത്രി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടന്നത്. മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നാടകം, സംഗീത കച്ചേരി, നാദസ്വര കച്ചേരി, വേലകളി, പഞ്ചവാദ്യം എന്നിവയുണ്ടാകും. തുടർന്ന് ഏപ്രിൽ 1 ദേശതാലപ്പൊലിയും 2 ആറാട്ടുവരവിന് ശേഷം കരിമരുന്ന് പ്രയോഗത്തോടെ ആഘോഷങ്ങൾക്ക് വിരാമമാകും. എടത്തുവ കോയിൽമുക്ക് ചെറുവളിക്കാവ് ദേവീക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് മാർച്ച് 27 തിരിതെളിയും. ചക്കുളത്തുകാവ് മുഖ്യകാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിക്കും. ക്ഷേത്രം മേൽശാന്തി ഡോക്ടർ എസ് കെ ശർമ്മ ഭദ്രദീപം പകരും. എലിപ്പനി ബാധിച്ച് മരിച്ചു. പുഷ്പഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എടത്തുവ മൂന്നുപറയിൽ വീട്ടിൽ ബോണിയം ദേവസ്യയാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. എടത്തുവ സെന്റ് അലോഷ്യസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ചരമവാർത്തകൾ. കാവാലം നാരകത്ര കിളിയങ്കാവ് വീട്ടിൽ പരമേശ്വരൻ പിള്ള നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 11 വീട്ടുവളപ്പിൽ. നെടുമുടി തെക്കേമുറി ചെമ്മാടി വീട്ടിൽ ജെയിംസ് സി കെ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 1:30 ചമ്പക്കുളം കല്ലൂർക്കാട് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. ചമ്പക്കുളം വടക്കേഅമിച്ചകരി അത്തിക്കളത്തിൽ വർക്കി വർഗീസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3 വടക്കേഅമിച്ചകരി സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ. മാമ്പഴക്കരി 20 ജോർജ് കുട്ടി നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 3 വേഴപ്ര ശ്മശാനത്തിൽ. നീലമ്പേരൂർ പരുത്തിക്കാട്ടുചിറ വീട്ടിൽ തങ്കപ്പൻ 83 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 10 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വൈദ്യുതി പോസ്റ്റ് വാടക ഉയർത്തിയതിനെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമരം ശക്തമാക്കുന്നു. ജൈവ കർഷക നയം ജീർണിച്ചു. വയലിൽ വിളയാത്ത പ്രഖ്യാപനങ്ങൾ പാഴ്ചെടിയായി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.